തുടങ്ങിട്ടാ ഒരു ഇൻട്രോ വീഡിയോ എടുക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടട്ടെ. ഫസ്റ്റത്തെ വീഡിയോന് ശേഷം സെക്കൻഡ് ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് കുറേ എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യേണ്ട പാർട്സ് പറഞ്ഞു. കേട്ടതിൽ എല്ലാവർക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞു തന്നേലും ബെറ്റർ ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നേലും. അപ്പം ഇന്ന് നമ്മൾ ഒരു എന്താ പറയുക ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആട്ടോ. ഞാനത് കണ്ടപ്പോൾ നല്ലതാണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബേസിക്കലി ഞാൻ വെജിറ്റബിൾസ് ഒക്കെ മുഖത്ത് തേച്ചിട്ട് വെളുക്കും അങ്ങനത്തെ ഒരു ഫാൻ അല്ല. എനിക്ക് വെജിറ്റബിൾസ് തേച്ചോട്ട് വെളുക്കുമല്ല, ഒരു ബ്രൈറ്റ്നെസ്സും അങ്ങനെയൊക്കെയാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത്. സോ അതൊന്നും ആ വീഡിയോ ഇതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടുല്ലോ. അപ്പൊ ഈ വീഡിയോയില് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ട്രൈ ആൻഡ് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ടെസ്റ്റ് ചെയ്യാന്ന് ഞാൻ മാത്രമല്ല, വീട്ടിലെ ഞാൻ ചിലപ്പോൾ അച്ഛനും അമ്മേനെയൊക്കെ പിടിച്ച് നിർത്തും. കാരണം ഞാൻ കരിഞ്ഞു പോയ കുടുംബത്തോടെ കരിഞ്ഞു പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയല്ല, പരീക്ഷിക്കുമ്പോൾ എല്ലാവരും പരീക്ഷിക്കണമല്ലോ. സോ നമുക്ക് ഇതിൽ ഈ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിന് അപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ പറയും. സോ വെയിറ്റ് ആൻഡ് സീ. പൊതുവേ എനിക്ക് ഈ വെജിറ്റബിൾസ് മുഖത്ത് തേച്ചിട്ട് അത് ബ്രൈറ്റനിങ് ചെയ്യും യാതൊരു, കാരണം ഇഷ്ടം പോലെ നമ്മൾ കാണാമല്ലോ വെജിറ്റബിൾസ്. എനിക്കും വെജിറ്റബിൾസ് എന്തെങ്കിലും ഫേസിന് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. എനിവേ നമുക്കത് കാണാം. അപ്പോൾ പാക്കിന് ആവശ്യമായിട്ടുള്ള 2 പൊട്ടാറ്റോ ഞാൻ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് പാലാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. 1/2 കപ്പ് പാലാണ് യൂസ് ചെയ്തത്. അത് ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പിൽ മെഷർ ചെയ്തിട്ടാണ് എടുത്തിരിക്കണത്. പിന്നെ നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ജാഗറി, ഇത് 2 ഇത്രയും പോകുന്ന ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെഡിമെൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെക്കാം. ആ ടൈമിൽ ഞാൻ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത് ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് കുടിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് ആട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അതിൽ മട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ഫിൽറ്റർ ചെയ്തിട്ട് വേണം നമുക്ക് അതിൽ മട്ട എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ നമുക്ക് ആ മട്ട് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിലേക്ക് പാലൊഴിക്കുക. പിന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ച ആ മട്ട് പിന്നെ ശർക്കര ഇട്ട് കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യണം. സ്റ്റിർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ താഴെ അത് വല്ലാണ്ട് അടി പിടിക്കും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്രോക്സിമേറ്റ്ലി ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഒരു കുറുക്ക് പോലത്തെ ഒരു പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യണേക്കാളും മുമ്പ് നമ്മൾ മുഖം നന്നായിട്ട് കഴുകണം. ഫസ്റ്റ് അമ്മയാണ് പാക്ക് ട്രൈ ചെയ്തത്. ഈ പാക്ക് 1 വീക്ക് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് 1 വീക്ക് യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ 1 ഷെയ്ഡ് മാറി കിട്ടും എന്നാണ് ഇവരിത് പറയുന്നത്. പക്ഷെ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല, നമ്മുടെ ഫസ്റ്റ് യൂസ് ആണിത്.
പൊട്ടാറ്റോയുടെ മെയിൻ യൂസ് വന്നിട്ട് സ്കിന്നിൽ നമ്മുടെ സ്കിൻ മോയ്സ്ചേർഡ് ആയിട്ടിരിക്കാനും ഏജിങ് കുറയ്ക്കാനും സൺബേൺഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലക്ഷൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ്. കാരണം പൊട്ടാറ്റോയിൽ വന്നിട്ട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ എ ബി സി ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെയാണ് ജാഗറിയിൽ എന്താ പറയുക, ഇറ്റ്സ് റിച്ച് സോഴ്സ് ഓഫ് ഗ്ലൈക്കോളിക് ആസിഡ്. അത് നമ്മുടെ സ്കിന്നിന് ഇതേപോലെ ഏജിങ് കുറയ്ക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് തണവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ, സാധാ എന്തൊരു മാവെടുത്ത് കഴിക്കണോ. പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്തോ പുരുകത്തുമൂലോ ഹെയർമിലോ ഒന്നും ആവാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കട്ടിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയെന്നുണ്ടാവില്ല. എൻ്റെ ആഞ്ജനേയ സ്വാമി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണേ. ഓക്കെ, ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്താണ് ഗൈസ്? ഒന്നുമില്ല ഗൈസ്, എനിക്ക് വൃത്തിയായിട്ട് മാറ്റം തോന്നിയില്ല. ഇതൊക്കെ മൊത്തമായിട്ട് നോക്കാം. ഇതുപോലെ ഒരു മൊത്തം വെള്ളാമിച്ചിരിക്കുന്നുണ്ട്. ചിലപ്പോ എന്തുവാ ഒരു പാലിന്റെ ഒരു വെള്ളപ്പായിരിക്കും. എന്തായാലും കൂടി കഴുകിയിട്ട് വരാം കേട്ടോ. ആക്ച്വലി കൊള്ളാം കേട്ടോ. എന്തോ ഒരു ഗ്ലോ എനിക്കിഷ്ടപ്പെട്ടു. സ്കിന്നിന് പ്രത്യേകിച്ച് അങ്ങനെ സോഫ്റ്റ് അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒരു കുരുണ്ട്. എനിക്കൊരു വ്യത്യാസം തോന്നി, എനിക്കൊരു ഗ്ലോ തോന്നിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഡാർക്ക്നെസ് ഫസ്റ്റത്തെ ഇതിൽ കാണും. നമുക്ക് ഇനി അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛനും അമ്മേൻ്റെ അടുത്തും അവര് കണ്ടിട്ടില്ല, അവർക്ക് പോയി കാണിച്ചു കൊടുക്കാം. വ്യത്യാസം തോന്നുന്നുണ്ടോ? എനിക്കും തോന്നി ഇല്ലേ? അയ്യോ, തേക്കായിരുന്നില്ലേ? അത് അമ്മയുടെ മേലെ ചെറിയൊരു സ്മൂത്തൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് നോക്കിയപ്പോ നല്ല വ്യത്യാസം തോന്നി. കൊള്ളാല്ലേ? കൊള്ളാം. പാക്ക് നല്ല അടിപൊളി പാക്കാട്ടോ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാനൊരു വെജിറ്റബിൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ മിക്സ് ചെയ്ത് ഹോം റെമഡീസ് വെച്ചിട്ട് ഫേസിൽ ഇത്ര ഗ്ലോ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അവരെ നിങ്ങൾ കാണിച്ചപ്പോൾ ആ ഒരു അഭിപ്രായം കേട്ടുള്ളൂ. എനിക്കും തോന്നി നല്ലൊരു വ്യത്യാസം. പിന്നെ ഞാനൊരു ഭയങ്കര എക്സാഗറേറ്റ് ചെയ്തില്ല. പിന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൺബേൺഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി, നല്ല റിസൾട്ട് വരും. അങ്ങനെ അമ്മയ്ക്ക് അത്രയും വന്നില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ. ക്യാമറയിൽ അത്രയും ഡിഫറൻസ് കാണിക്കുന്നതൊന്നും എനിക്കറിയില്ല. ബട്ട് നേരിട്ട് അവർ കണ്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കേട്ടതാണല്ലോ. ഇനി ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസും പരീക്ഷണങ്ങളും ഒക്കെ സക്സസും ഫെയിലിയറും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.